ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 133-ാം ജന്മദിനം പറവൂർ ദളിത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പറവൂർ അംബേദ്കർ പാർക്കിലെ പ്രതിമയിൽ മുൻ എം.പി. കെ.പി. ധനപാലൻ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അംബേദ്കറുടെ 133-ാമത് ജന്മദിനം ഇന്ത്യൻ ഭരണഘടനാ സംരക്ഷണ ദിനമായി കൂടി ആചരിക്കാൻ ദളിത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പറവൂർ ദളിത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ നഗരസഭ അംബേദ്കർ പാർക്കിൽ മുൻ എം.പി. കെ.പി. ധനപാലൻ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു. അവിടെയെല്ലാം ജനാധിപത്യം സംരക്ഷിക്കാൻ നമ്മുടെ ഭരണഘടനയും മുന്നോട്ട് വരികയും പലപ്പോഴും സംരക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ ഭരണഘടനാ സ്ഥാപനങ്ങളെപ്പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഞാൻ അതിൻ്റെ സവിശേഷതകളേക്കൊന്നും കടക്കുന്നില്ല. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും. ഒന്ന്, 4.25 ലക്ഷം വോട്ടിന് ജയിച്ച ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ മെമ്പറാണ്. ആ രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് സംരക്ഷിച്ചത് നമ്മുടെ ഭരണഘടനയാണ്. അദ്ദേഹത്തിന് വീണ്ടും എം പി ആയി തുടരാനുള്ള അവകാശം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ഭരണഘടന. എന്തിനു പറയുന്നു? നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട MLA ശ്രീ കെ ബാബു, അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000-ൽ താഴെ വോട്ട്. പ്രോഗ്രാം കോർഡിനേറ്റർ സോമൻ മാധവൻ അധ്യക്ഷത വഹിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്ന അച്ഛനെ കത്ത് കിട്ടിയിട്ട് അച്ഛൻ കാത്തിരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയും അത് നേരം ഒരുപാടായിട്ട് കാണാതായപ്പോൾ കേശവ മാസ്റ്റർ വന്ന് തിരക്കുകയും അദ്ദേഹം അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുട്ടികൾ ദളിതരാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം നെറ്റിവിളിക്കുകയും അവിടെ നിന്ന് പെട്ടെന്ന് പിന്തിരിഞ്ഞ് പോവുകയുമാണ് ചെയ്തത്. പിന്നീട് അച്ഛൻ്റെ അടുത്ത് എത്തിപ്പെടാനുള്ള ഒരു വ്യഗ്രതയിൽ തൊട്ടടുത്ത് കിടന്ന കാളവണ്ടിക്കാരനോട് കൊണ്ടുവന്നാക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാളും ജാതി ചോദിച്ചപ്പോൾ ദളിതനാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ പിന്മാറി. അങ്ങനെ കൂടുതൽ പൈസ കൊടുക്കാമെന്നും പറഞ്ഞ് ഒരു കാളവണ്ടിക്കാരൻ തയ്യാറാകുകയും അതാണ് ഏറ്റവും വലിയൊരു സംഭവം. ആ കാളവണ്ടിക്കാരൻ അത് പൈസ കൂടുതൽ കൊടുത്ത് കയറ്റുകയും എന്നാൽ കാളവണ്ടിക്കാരൻ വണ്ടിയിൽ കയറാതെ ആ വണ്ടിയുടെ പുറകെ ഓടിയാണ് പോയത്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി പീഡാനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇന്ന് ലോകത്തിലെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഭരണഘടന എഴുതിക്കൊണ്ട് നമുക്കിടയിൽ ഇന്ന് ഒരു ചരിത്രപുരുഷനായി. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി P.A. ഹരിദാസ്, പറവൂർ ബ്ലോക്ക് ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് വിജു നികത്തിൽ, വടക്കേക്കര ബ്ലോക്ക് പ്രസിഡന്റ് നീലാംബരൻ എന്നിവരെ മിൽമ ചെയർമാൻ M.T. ജയൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. വിഷുക്കൈനീട്ടം എറണാകുളം മഹാത്മാഗാന്ധി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ മുകുന്ദൻ നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ M.J. രാജു, DCC സെക്രട്ടറി K.A. അഗസ്റ്റിൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഡെനി തോമസ്, ഏഴിക്കര മണ്ഡലം പ്രസിഡന്റ് M.A. നസീർ, സോമസുന്ദരൻ നായർ, INTUC മഹിളാ കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് സീന സജു, ദളിത് കോൺഗ്രസ് നേതാക്കളായ ഗോപാലകൃഷ്ണ, M.K. രവി, മജുകുമാർ, INTUC നേതാക്കളായ K.P. തോമസ്, സാബു നീണ്ടൂർ എന്നിവർ പ്രസംഗിച്ചു.